അമേരിക്കയുടെ ചിറകരിയാൻ റഷ്യയുടെ പേടകം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ്. അമേരിക്കയുടെ ലക്ഷ്യവും നീക്കങ്ങളും ഒക്കെ എണ്ണിപ്പറയുകയാണ് റഷ്യ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിൽ കുരുക്കി മുന്നോട്ട് പോകുന്ന അമേരിക്കയുടെ തന്ത്രം അല്ലെങ്കിൽ ട്രംപിന്റെ തന്ത്രത്തെ നിശ്ചിതമായി വിമർശിക്കുകയാണ് റഷ്യ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് തടയാൻ സമ്മർദ്ദ തന്ത്രം പയറ്റുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ടാണ് റഷ്യ എത്തിയിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം നേടാനായിട്ട് താരിഫ് ഉപരോധം തുടങ്ങിയ നടപടികളിലൂടെ ടീം ട്രംപ് മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവ് കുറ്റപ്പെടുത്തുന്നത്. അലാസ്കയിൽ പുടിനും ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ വിഷയത്തിൽ ധാരണയിലെത്തിയതായിരുന്നു. എന്നാൽ റഷ്യ കരാറിൽ ഒപ്പുവെക്കുവാൻ തയ്യാറായിട്ടും അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന രാജ്യങ്ങളെ തടയാൻ കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമുദ്രത്തിലെ നിയമങ്ങൾ ലംഘിച്ച് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യ അടക്കമുള്ള പങ്കാളികൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് മുടക്കി ഉയർന്ന വിലയ്ക്ക് അമേരിക്കയുടെ LNG വാങ്ങാൻ നിർബന്ധിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇന്ധന വിതരണ രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഈ മേഖലയിൽ അധീശത്വം സ്ഥാപിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയുടെ ഈ നീക്കം തെറ്റാണ് എന്നും അദ്ദേഹം വളരെ നിസ്സംശയം പറയുകയാണ്. അപ്പോൾ ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള പ്രവൃത്തിയല്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ട്രംപിന്റെ ചൂണ്ടയിൽ കുടുങ്ങിപ്പോയ മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശും US തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. 20% നിന്ന് തീരുവ ഏകദേശം 19% കുറച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം ബംഗ്ലാദേശിന്റെ കാർഷിക വിപണിയിലേക്ക് കൂടുതൽ കടന്നുകയറ്റം നടത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്വന്തമാക്കിയിരിക്കുന്നു. മറുവശത്ത് ധാക്കയിൽ നിന്നുള്ള വസ്ത്ര കയറ്റുമതിക്ക് കൂടുതൽ അനുകൂല സമീപനമാണ് US ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രത്യേകതരം ഗാർമെന്റ്സ് ഉൽപ്പന്നങ്ങൾ US വിപണിയിൽ 0 താരിഫിൽ വിൽക്കാമെന്ന കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യൻ വസ്ത്ര വ്യാപാര അല്ലെങ്കിൽ വസ്ത്ര കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. ആദ്യഘട്ട വിലയിരുത്തൽ അങ്ങനെയാണ് വരപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള എല്ലാത്തരം വസ്ത്ര കയറ്റുമതിക്കും 0 തീരുവ ലഭിക്കില്ല എന്നതാണ് സത്യം. എന്നാൽ ബംഗ്ലാദേശിന് മുന്നിൽ നല്ല ഓഫർ വെച്ച് ഇന്ത്യയെ